പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ്. കേരള PSC കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതെല്ലാം നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, നമ്മുടെ ഫയർഫോഴ്സിലേക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വനിതകൾക്ക് മാത്രമായിട്ടുള്ളൊരു, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഫയർ ആൻഡ് റെസ്ക്യൂലോട്ട് ഒരു വുമൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അതിൻ്റെ കൂടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ കാറ്റഗറി നമ്പർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം കാറ്റഗറി നമ്പർ നോക്കാം. ഓക്കെ, കാറ്റഗറി നമ്പർ 215/2025 ആണ്. 2025 215 നമ്പർ വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക്. ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറെ വിളിച്ചിരിക്കുന്നത്. 215/2025 നമ്പർ വിജ്ഞാപനമായിട്ടാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിനെ വിളിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെൻ ആൻഡ് ഡിഫറൻറ്റ്ലി എബിൾഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഇൻ റെസ്പോൺസ് ടു ദ നോട്ടിഫിക്കേഷൻസ്. അതായത് ഡിഫറൻറ്റ്ലി എബിൾഡ് കാൻഡിഡേറ്റ്, ഫിസിക്കലായിട്ട് ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അല്ലാതെ ഈ പറഞ്ഞ ഡിഫറൻറ്റ്ലി എബിൾഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ വനിതകൾക്ക് മാത്രമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഈ വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 27,900 to 63,700. 27,900 മുതൽ 63,700 വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ എത്രയാ? 27,900 to 63,700 ആണ് സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് നോക്കിയേ, തിരുവനന്തപുരം, 4 ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ. 4 ജില്ലകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെ എല്ലാ ജില്ലകളിലും നോട്ടിഫിക്കേഷനിൽ ഒറ്റ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അത്യാവശ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസികളൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലൂടെ പോകും. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് നോക്കാം. ഓരോ ജില്ലയും 4 ജില്ലയാണ്, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തോളുക. ഓക്കെ, മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, 18 to 26 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ജനറൽ കാറ്റഗറിക്കാർക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. OBC കാറ്റഗറിക്കാർക്ക് അത് നിയമാനുസൃതമായ വയസ്സിളവുണ്ട്. OBC, SC, ST കാറ്റഗറിക്കാർക്ക് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ആസ് പ്രൊവൈഡഡ് അണ്ടർ സബ് റൂൾ C ഓഫ് റൂൾ 10 ഓഫ് ദ ജനറൽ റൂൾസ്. അപ്പോൾ ബാക്കി OBC വിഭാഗക്കാർക്ക് എത്ര വയസ്സ് വരെയാണ്? അവർക്ക് എത്ര വർഷമാണ് ഏജ് റിലാക്സേഷൻ? 3 വർഷമാണ്. അപ്പോൾ 29 വയസ്സ് വരെ OBCക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 5 വർഷമാണ് SC, ST വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ്. അപ്പോൾ 26 5 31 വയസ്സ് വരെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? SC ഓർ ST കാറ്റഗറിക്കാർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് 26 വയസ്സ് വരെ, OBC വിഭാഗക്കാർക്ക് 29 വയസ്സ് വരെ, SC, ST വിഭാഗക്കാർക്ക് 31 വയസ്സ് വരെയും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഈക്വലന്റ്. അപ്പോൾ +2 പാസ് ആയിരിക്കണം, അതാണ് എഡ്യൂക്കേഷൻ യോഗ്യതയായിട്ട് പറയുന്നത്. പ്രിഫറൻഷ്യൽ യോഗ്യതയാണ് DCA പറയുന്നത്, പ്രിഫറൻഷ്യൽ യോഗ്യതയാണ്. പക്ഷെ +2 പാസ് ആയിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതുപോലെ ഹൈറ്റ് നോക്കിയേ, ഈ ഞാൻ പറഞ്ഞു ഇത് ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വനിതകൾക്കുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് ഇതിന് ഫിസിക്കൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് കൃത്യമായിട്ട് അവർ ഹൈറ്റും കാര്യങ്ങളും എല്ലാം നോക്കും. 152 സെന്റിമീറ്റർ ആണ് ജനറൽ കാൻഡിഡേറ്റ്സിന് 152 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത് ഫിസിക്കൽ ക്വാളിഫിക്കേഷനകത്തിൽ. SC, ST കാറ്റഗറിക്കാർക്ക് 150 സെന്റിമീറ്റർ ആണ്. മസ്റ്റ് ഹാവ് പ്രൊഫിഷ്യൻസി ഇൻ സ്വിമ്മിങ്, നീന്തലിൽ പ്രാഗൽഭ്യം പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ
നമുക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 6/6 റൈറ്റ് ഐ, 6/6 ലെഫ്റ്റ് ഐ, 6/6 നിയർ വിഷൻ, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിഷൻ എല്ലാം കൃത്യമായിട്ട് വേണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു പോസ്റ്റ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റിന് കൃത്യമായി 8 ഐറ്റം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പോലീസിലൊക്കെ ചെയ്യുന്ന പോലെ 8 ഐറ്റം ഉണ്ട്. അതിൽ 5 ഐറ്റം വിജയിക്കണം. Candidates must qualify in at least 5 out of 8 in the physical efficiency test of national 1-star standard showing the minimum standards of the efficiency as noted below. അപ്പോൾ 100 മീറ്റർ ഓട്ടം കൊണ്ട് 17 സെക്കൻഡ് കൊണ്ട്, ഹൈ ജമ്പ് 106 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 305, പുട്ടിംഗ് ദ ഷോട്ട് 4 കിലോയുടെ 488, 200 മീറ്റർ റേസ് 36 സെക്കൻഡ്, ത്രോവിംഗ് ദ ത്രോ ബാൾ 14 മീറ്റർ, ഷട്ടിൽ റേസ് 26 സെക്കൻഡ്, സ്കിപ്പിംഗ് 1 മിനിറ്റ് 80 ടൈംസ്, സ്കിപ്പിംഗ് 1 മിനിറ്റ് കൊണ്ട് 80 ടൈംസ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ 8 ഐറ്റത്തിൽ നമ്മൾ ഏതെങ്കിലും 5 ഐറ്റം വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി നിങ്ങൾക്ക് എന്താ പറയുക ഫൈനലായിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഇന്നിപ്പം 8-ാം മാസമാണ്. അപ്പോൾ 9-ാം മാസം വരെ, സെപ്റ്റംബർ 3-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ടൈം ഉണ്ട് കേട്ടോ. സെപ്റ്റംബർ 3 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്നാ? സെപ്റ്റംബർ 3 വെനസ്ഡേ അപ് ടു 12 മിഡ്നൈറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നിങ്ങളൊരു ഫോഴ്സിൽ ജോലി നോക്കുന്ന ഒരു വനിതയാണെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾ ഫിസിക്കലൊക്കെ നേരത്തെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, പോലീസിനൊക്കെ വേണ്ടിയും ഫയർഫോഴ്സിനൊക്കെ വേണ്ടിയൊക്കെ ചെയ്ത ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്ത് അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് പാസ്സായി നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ പറ്റും. അപ്പോൾ ഒരു വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരും അത് തള്ളിക്കളയേണ്ട. നോർമലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, ഇതിനിടയ്ക്കൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസികളൊക്കെ ഈ ഒരു ലിസ്റ്റിൽ കൂടെ തന്നെ പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് പഠിക്കുക, മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനോട് നമ്മൾ നോക്കുകയാണ്, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ വിജ്ഞാപനം വന്നു. നമ്മളത് നോക്കുവാണ്. കാറ്റഗറി നമ്പർ എത്ര മക്കളെ? 211/2025 ആണ്. അപ്പോൾ കാറ്റഗറി നമ്പർ 211/2025 പ്രകാരമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 211/2015. ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് നോക്കിയേ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ്. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 27,900 to 63,700 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 27,900 to 63,700 രൂപ സ്കെയിൽ ഓഫ് പേ വരുന്നു. നമ്പർ ഓഫ് വേക്കൻസി, എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ട്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. കൃത്യമായിട്ടൊരു വേക്കൻസി പറയുന്നില്ല, എണ്ണപ്പെട്ട വേക്കൻസികളല്ല. കൃത്യമായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തി പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് ഉറപ്പായിട്ടും ഫോഴ്സൊക്കെ നോക്കുന്ന, പോലീസൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ പോലീസൊക്കെ നോക്കിയിരുന്ന് ഫയർഫോഴ്സൊക്കെ നോക്കി ആ ഫോഴ്സ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എത്തിപ്പെടാൻ കഴിയും. 13 ജില്ലയിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 13 ജില്ലയിലും. ഓക്കെ, 13 ജില്ലയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആലപ്പുഴ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിഫറൻറ്റ്ലി എബിൾഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ ഡിഫറൻറ്റ്ലി എബിൾഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടതില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല എന്നാണ് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക് പറയുന്നത്. നേരിട്ട് പരീക്ഷകൾ നടത്തി കൃത്യമായിട്ട് ആ പരീക്ഷയ്ക്ക് ശേഷമുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്നാണ് നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, ജില്ലാ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത്, റാങ്ക് ലിസ്റ്റുകളും വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഏജ് ലിമിറ്റ് നോക്കിയേ, 19 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 19 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതിന് കൃത്യമായിട്ടൊരു ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്. 2195-നും 1/1/2006 ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ 2195-നും 1/1/2006 മധ്യയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെയും എന്തുണ്ട്? അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് SC/ST കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ ഏജ് റിലാക്സേഷൻസ് ആസ് പെർ ദ കണ്ടീഷൻസ് മെൻഷൻഡ് ഇൻ പാരാ 2 സബ്സെക്ഷൻ 1 ഓഫ് ദ പാർട്ട് 2 ഓഫ് ജനറൽ കണ്ടീഷൻസ് ഫോർ ദ നോട്ടിഫിക്കേഷൻ. അപ്പോൾ
3 വയസ്സ് വരെ OBC വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 35 വയസ്സ് വരെ SC ST വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ OBC വിഭാഗക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഒക്കെ നിയമാനുസൃതമായ വയസ്സിളവുണ്ട്. 33 വയസ്സ് വരെ OBCക്കാർക്കും 35 വയസ്സ് വരെ SC ST വിഭാഗക്കാർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയേ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയേ. പാസ് ഇൻ +2 examination conducted by the Board of Higher Secondary Education, Government of Kerala, or equivalent examination recognized by Government of India or Government of Kerala. അപ്പോൾ +2 വേണം. +2 ഉള്ള ആളുകൾക്ക് +2 ആണ് ഈ ഒരു ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ +2 ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണം, അത് മസ്റ്റ് ആണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയേ. മെയിൽ കാൻഡിഡേറ്റിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹൈറ്റ് 168 സെന്റിമീറ്റർ, 168 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. ചെസ്റ്റ് എത്രയാണ്? മിനിമം ഓഫ് 81 സെന്റിമീറ്റേഴ്സ് അറൌണ്ട് ദ ചെസ്റ്റ് ആൻഡ് മസ്റ്റ് ഹാവ് ആൻ എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. 5 സെന്റിമീറ്റർ ചെസ്റ്റ്, മിനിമം ഓഫ് 81 സെന്റിമീറ്റർ, 81 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ എക്സ്പാൻഷനുള്ള ആളുകൾക്ക് എലിജിബിൾ ആണ്. ഓക്കെ. മിനിമം ഹൈറ്റ് മെഷർമെന്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ് ഷാൽ ബി 160. അപ്പോൾ SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ മിനിമം മിനിമം എത്ര മതി? ഹൈറ്റ് 160 മതി. ഓക്കെ, 160 മതി. The minimum chest expansion of 5 centimeter shall be made applicable to the scheduled caste and scheduled tribe candidates. Okay. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കി. All the male candidate must qualify in any of the 5 events out of 8. 8-ൽ 5 എണ്ണം. നമ്മൾ നോർമലി കേരള PSC ചെയ്യുന്ന രീതി അനുസരിച്ച് 8 എണ്ണം ഉണ്ട്. 8 ഈവൻസിൽ 5 എണ്ണം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സക്സസ്ഫുൾ ആയിരിക്കണം. ഓക്കെ. 100 മീറ്റർ ഓട്ടം ഉണ്ട്, 14 സെക്കൻഡേ കിട്ടത്തുള്ളൂ. ഹൈ ജമ്പ് 132.2 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 457.2 സെന്റിമീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് 7264 ഗ്രാം ആണ്, 609.6 സെന്റിമീറ്റർ, ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ 6096 സെന്റിമീറ്റർ, റോപ്പ് ക്ലൈംബിംഗ് only with hands, റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട് 365.80 സെന്റിമീറ്റർ, പുള്ളപ്പ് ഓർ ചിന്നിങ് 8 ടൈംസ് എടുക്കണം, 1500 മീറ്റേഴ്സ് റണ്ണ് 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് 1500 മീറ്റർ ഓട്ടവും പൂർത്തിയാക്കിയിരിക്കണം. ഓക്കെ. എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. All male candidates shall successfully complete an endurance test of running 2 kilometers in 13 minutes. അപ്പോൾ എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. എല്ലാ മെയിൽ കാൻഡിഡേറ്റും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആൻ എൻഡുറൻസ് ടെസ്റ്റ് ഓഫ് റണ്ണിങ് 2 കിലോമീറ്റർ ഓട്ടം ഉണ്ട് കേട്ടോ. 13 മിനിറ്റ് കൊണ്ട് ഈ 2 കിലോമീറ്റർ ഓട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതാണ് എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫിസിക്കലിന് ശേഷം നമുക്ക് എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. അതെന്താണ്? നമ്മൾ 2 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് ഓടിയിരിക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് തിരിച്ചാണ്. ഹൈറ്റ് 157 സെന്റിമീറ്റർ മതി. SC ST ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 150 മതി. പിന്നെ പെൺകുട്ടികളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മാറ്റങ്ങളുണ്ട്. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ് കൊണ്ട്, ഹൈ ജമ്പ് 106 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 305 സെന്റിമീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് 400 സെന്റിമീറ്റർ, ത്രോയിങ് ദ ത്രോ ബാൾ 1400 സെന്റിമീറ്റർ, ഷട്ടിൽ റൈസ് 26 സെന്റിമീറ്റർ, പുള്ളപ്പ് ഓർ ചിന്നിങ് 8 ടൈംസ്, സ്കിപ്പിംഗ് 80 ടൈംസ്. അപ്പോൾ ഇതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ 8 എണ്ണത്തിൽ 5 എണ്ണം ഫീമെയിൽ കാൻഡിഡേറ്റ് സക്സസ്ഫുൾ ആയിട്ട് 8-ൽ ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റ് ആർക്കുണ്ട്? പെൺകുട്ടികൾക്കും എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഓൾ ദ ഫീമെയിൽ കാൻഡിഡേറ്റ് ഷാൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആൻ എൻട്രൻസ് ടെസ്റ്റ് ഓഫ് റണ്ണിങ് 2 കിലോമീറ്റർ ഇൻ 15 മിനിറ്റ്സ്. അപ്പോൾ 2 കിലോമീറ്റർ അവർക്ക് ഓടാൻ 15 മിനിറ്റ് സമയമുണ്ട്. പെൺകുട്ടികൾക്ക് 15 മിനിറ്റ് സമയമുണ്ട്. 2 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് ടൈം ഉണ്ട്. ഓക്കെ. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് എന്നാ? ഇത് 3-ാം തീയതിയാണ് കേട്ടോ. 3-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3/9/2025 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ടൈമുണ്ട്. 3/9/2025 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാസ്റ്റർ കീ അക്കാദമിയുടെ ഏറ്റവും പുതിയ കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാവട്ടെ, പഠിക്കുന്നവരാവട്ടെ, നിങ്ങൾക്ക് കൃത്യമായി സ്റ്റഡി പ്ലാനുകളും
അതുപോലെ തന്നെ കൃത്യമായ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പരീക്ഷകളും മെറ്റീരിയലുകളും വീഡിയോ ക്ലാസ്സുകളും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴി ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ, ആ റിസൾട്ടുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യാൻ മാസ്റ്റർ കീ അക്കാഡമിയുടെ കോഴ്സ് മെൻറ്റർമാരുണ്ടാവും, അധ്യാപകരുണ്ടാവും. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകളിൽ, അതായത് വുമൺ ഫയർ റെസ്ക്യൂസ് ഓഫീസറിന്റെ ബാച്ചുകളുണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ചുകളുണ്ട്. അപ്പോൾ ഈ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടും, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി, ഒരു സർക്കാർ ഉദ്യോഗം സ്വപ്നം കണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം.